അലിൻ ഷെരീൻ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവിന്റെ പേര് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ നന്മകൾ ലോകം മുഴുവൻ അറിയുകയാണ്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ജീവിതവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് വിട പറഞ്ഞു. ആ വിട പറഞ്ഞതിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ അദ്ദേഹം ആലിൻ ഷെരീനെ കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ ലോകം മുഴുവൻ കാതോർത്ത് അല്ലെങ്കിൽ കാതുകൂർപ്പിച്ച് കേൾക്കുന്നതാണ്. അതിലൂടെ നമ്മുടെ അലിൻ ഷെരീനെയും കൂടി ലോകം മുഴുവൻ അറിയുകയാണ്. ഈ മോദിയുടെ ഈ ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങളിലൂടെയുള്ള മോദിയുടെ ഇടപെടൽ അത് എപ്പോഴും നമുക്ക് വല്ലാത്തൊരു ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ്. പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുമോ? കാരണം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ വയനാട് MP ആണ്. ഇതുവരെ രാഹുൽ ഗാന്ധിയോ വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ ഒരു പ്രധാനമന്ത്രിക്കും ഇല്ലാത്ത രീതിയിൽ മോദി വ്യത്യസ്തനാകുന്നത്. മോദി അങ്ങനെ പല കാര്യത്തിലും വ്യത്യസ്തനാണ്. ആ കാര്യത്തിൽ നമുക്ക് അഭിമാനം കൊള്ളണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളത്. ഇതുപോലെ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള സമൂഹത്തിലെ പല നമ്മൾ കാണാതെ പോകുന്ന പല കാര്യങ്ങൾ. ഒരു പ്രാവശ്യം നടക്കാൻ വയ്യാത്ത ഏണ് നടന്ന ഒരാൾ കുപ്പി പറക്കി നടന്ന അയാൾക്ക് മോദി വിളിച്ച് ആദരണീയനാക്കി. അല്ലെങ്കിൽ അദ്ദേഹം ലോകത്തിൽ പ്രശസ്തനായി. കാരണം അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ ഏണ് നടന്ന മനുഷ്യനാണ്. ഒരു വള്ളം കൊണ്ട് നടന്ന ആ വള്ളത്തിനകത്ത് ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ കള്ളും കുടിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് കളയുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറക്കി ആ കായൽ ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് ഉപജീവനം അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ മാത്രം കിട്ടും. കണ്ണു പറഞ്ഞു പോയി. സത്യം അതൊക്കെ കണ്ടപ്പോൾ അയാളെ കണ്ടെത്തുക മോദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ മനുഷ്യനെ കണ്ടെത്തുന്നത്. ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് രണ്ട് തരം ആൾക്കാരുണ്ട് PS മാഷേ. ഒന്ന് ചിരഞ്ജീവികൾ, അല്ലെങ്കിൽ മരിച്ച് ലോകത്ത് ജനിച്ചിട്ട് ആർക്കും വേണ്ടാതെ മരിച്ചു പോകുന്ന ആരും അറിയാത്ത ആൾക്കാർ. ചിരഞ്ജീവികളുടെ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർ. കാരണം മരിച്ചതിന് ശേഷവും ഇവർ എന്നും ജീവിക്കുകയാണ്. എന്നും അതായത് അവർ ആ ലോകത്ത് ഇരുന്ന സമയത്ത് ഈ ലോകത്തിന് വേണ്ടി ചെയ്ത കാര്യം, അല്ലെങ്കിൽ ലോകം എന്നും ലോകമുള്ള കാലത്തോളം ആ നന്മ പിന്തുടർന്നുകൊണ്ട് പോകുന്നു, സ്മരിച്ചുകൊണ്ട് പോകുന്നു. അത്തരത്തിലൊരു കുഞ്ഞാണ് സത്യം പറഞ്ഞാൽ ഈ 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞെന്ന് പറയുന്നത്. കാരണം 10 മാസം മാത്രമേ ഈ കുഞ്ഞ് ജീവിച്ചിരുന്നുള്ളൂ. അത് ഒരു വാഹന അപകടത്തിൽ അതിൻ്റെ അമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ കൂടെ ഇരുന്ന് സഞ്ചരിക്കുന്നു. അത് മരിക്കുമ്പം മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ പലരും ആലോചിക്കത്തില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ഉള്ള പ്രയോജനം അല്ലെങ്കിൽ മരിച്ചു പോകുന്നു, അതിനെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് അവയവദാനം കൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് അവരുടെ മാതാപിതാക്കൾ വലിയ മനസ്ഥിതിയുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് അത് ആലോചിക്കുകയും അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ആ മാതാപിതാക്കൾ ആ തീരുമാനമെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് ഒരു വൈകാരിക രോമാഞ്ചമല്ല, നമുക്ക് കണ്ണു നിറഞ്ഞും അല്ലെ ഈ പറഞ്ഞ ആ രീതിയിലേ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി പോലെ ഉള്ള ഒരാളുകൂടെ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ വാർത്ത ഇന്ന് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിൽ സംഭവിച്ച ഒരു കാര്യം, ഈ വലിയ കാര്യം അല്ല, ആ കാര്യം ഇന്ന് ലോകം ചർച്ച ചെയ്യും. മോദി ഇത് പറഞ്ഞു കഴിയുമ്പോൾ ലോകം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുഞ്ഞ് ഒരു ചിരഞ്ജീവിയായി തുടരും. മനസ്സിലായല്ലോ. 10 മാസം മാത്രമേ ഈ ഭൂമിയിൽ വന്നുള്ളൂ, ജീവിച്ചുള്ളൂ. തിരിച്ചറിവ് പോലും ഉണ്ടായിട്ടില്ല. എല്ലാവരെയും കാണുമ്പം കുഞ്ഞുങ്ങളെന്താ ചെയ്യുന്നത്? എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക. നമ്മളുടെ ബുദ്ധൻ പറയാറുണ്ട്, നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കൂ. കാരണം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ എത്ര മസിൽ പിടിച്ചിരിക്കുന്ന ആളായാലും ചിരിച്ചു. അപ്പോൾ അങ്ങനെ നന്മയും സ്നേഹവും മാത്രം അല്ലെങ്കിൽ ഉള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അതാണ്. അത് മാത്രമുള്ള കുഞ്ഞ് ഈ ലോകം ഉള്ളിടത്തോളം കാലം അതിൻ്റെ നന്മ വാഴ്ത്തപ്പെടും. കാരണം ആ മാതാപിതാക്കളുടെ ഇടപെടിയിൽ അത്തരത്തിൽ ആ കാര്യം വാനോളം പുകഴ്ത്തുന്നതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അതിന് തയ്യാറായി. നമ്മുടെ കൊച്ചു കേരളത്തിൽ മല്ലപ്പള്ളിയിൽ നടന്ന സംഭവം പോലും. പക്ഷേ ഇപ്പം ഇതിനകത്ത് പറഞ്ഞതുപോലെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ കേരളം കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി നിലനിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു നെഹ്റു കുടുംബത്തിൻ്റെ ഭാവി പോലും കേരളത്തിൽ നിന്ന് മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയം മാറുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിന്
ഈ കാര്യം കാണാൻ പറ്റാതെ പോവുകയും അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ പോകും. പോട്ടെ, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇവിടുത്തെ MP അല്ലെന്ന് വിചാരിക്കുക, പ്രിയങ്കാ ഗാന്ധിക്കെങ്കിലും ആ കാര്യം പറയേണ്ടതായിട്ടുള്ള, ഏതായാലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഇത് നമ്മൾ വർത്തമാനം പറയുന്നതിൽ കൂടി ആ കുഞ്ഞിൻ്റെയും അതിൻ്റെ മാതാപിതാക്കളും ചെയ്ത നന്മ നമുക്ക് ലോകത്തോട് ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു അവസരമാക്കി ഇതിനെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഈ വർത്തമാനം നമുക്ക് പറയാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു നന്മയായി കേന്ദ്രം കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആലിൻ ഒരു മാലാഖയെ പോലെ നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ആലിൻ്റെ അച്ഛനും അമ്മയുമാണ്. അവരങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തി. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വലിയൊരു മാതൃകയാണ്. ആ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി അത് അദ്ദേഹത്തിൻ്റെ ഈ ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിൻ്റെ മുന്നിലേക്ക് അത് വെക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ലോകത്ത് മുഴുവനും പരക്കുകയും ലോകം മുഴുവനും ഇത്തരത്തിലൊരു വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് പങ്കുവെക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തെ പ്രസക്തമാക്കി മാറ്റുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാത്രമല്ല ഗുണമുണ്ടാകേണ്ടത്, മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം എന്ന് പറയുന്ന ചിന്തയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ട് എന്നതാണ്. ഇവിടെ അലീൻ്റെ അമ്മയും അച്ഛനും ചെയ്ത ഒരു കാര്യം അതാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചെങ്കിൽ പോലും അവർ ആ നഷ്ടം എന്ന് പറയുന്നത് കടിച്ചമർത്തി, അല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം കടിച്ചമർത്തി അവരെന്ത് ചെയ്തു, അവരുടെ ആ 10 മാസം പ്രായമായിട്ടുള്ള കുട്ടിയുടെ അവയവം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മറ്റുള്ളവരിലേക്ക് പകർന്ന് അവരിലൂടെ ആ ജീവിതം ഇങ്ങനെ വളരുകയും പരിലസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അത്ഭുതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ വാർത്ത അറിഞ്ഞു മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി. ഇവിടെ ഒരു പൊളിറ്റീഷ്യൻ്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് പ്രധാനപ്പെട്ടതാണ്. അറിയാതിരിക്കുകയോ ചെയ്യാം. നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കാര്യവും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യവും. അവർക്ക് കേരളമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, മോദിക്കില്ലാത്ത തരത്തിൽ. പക്ഷേ ആ അറ്റാച്ച്മെൻ്റ് അവർ പുലർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഇതൊക്കെ എന്ത് നിസ്സാര കാര്യം. ഇത് നിസ്സാരമായ കാര്യമല്ല, വലിയ കാര്യം. ഇത് വലിയ കാര്യമാണ്. മോദി തന്നെ പറഞ്ഞത് തീരാവേദനയിലും തെളിഞ്ഞ നന്മ എന്നാണ് പറയുന്നത്. അതെ, തീരാവേദനയിലും നന്മ ഇങ്ങനെ തെളിഞ്ഞു വരികയും അത് നമ്മൾ ദുഃഖത്തിലായിരിക്കും. ആ ദുഃഖത്തിൽ നമ്മളെ പതുക്കെ സന്തോഷത്തിൻ്റെ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ അതിനകത്തുണ്ട്. അത് കണ്ടെത്തി അത് ലോകത്തോട് ചർച്ച ചെയ്യാനും ഇത് കേരളത്തിൻ്റെ നന്മയാണ്, കേരളത്തിൻ്റെ സന്ദേശമാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബഹുമാനം ഉണ്ടാകും. നാം കേരളീയർ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് ശക്തി പ്രാപിക്കുന്നത് അപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുട്ടി പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലം പോലും ലോകം ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രം കേൾക്കുന്ന വാക്കുകളായിരിക്കും. പക്ഷേ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ അത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും ഈ രക്ഷിതാക്കളെ നമിക്കുന്നു, തീരാവേദനയിലും തെളിഞ്ഞ നന്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദി അലിൻ ഷെറിനെ ഇത്രത്തോളം ഓർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ആ രക്ഷിതാക്കളുടെ നന്മ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ ഈ വാർത്തയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താത്ത മലയാളികളുണ്ടല്ലോ, അവർ പോലും ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കും. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞിനെ കുറിച്ച്, ആ കുഞ്ഞ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ഒരുപക്ഷെ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ, ഒരുപക്ഷെ കുഞ്ഞിനപ്പുറം രക്ഷിതാക്കൾ ചെയ്ത കാര്യം, സ്വന്തം മക്കൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ പോലും നൽകാത്ത പലരുമുണ്ട്. അവരുടെ ഒരു വേദന കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ തൻ്റെ മകൾ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അത് നമ്മളെയൊക്കെ സാറ് പറയുന്നത് പോലെ നമ്മളെയൊക്കെ വല്ലാതെ രോമാഞ്ചം കൊള്ളിക്കുകയും കണ്ണ് നനയിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ. അതിലെന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും, അത് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള രാഷ്ട്രീയമെന്ന് പലരും പറഞ്ഞാൽ പോലും അതിലൊക്കെ അപ്പുറം ആ പേര് പറയാനും ആ കാര്യത്തെ ചൂണ്ടിക്കാണിക്കാനും നരേന്ദ്രമോദി കാണിച്ച ആ ഒരു സമയം ബാക്കി വെച്ചതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സിനെയാണ് നമ്മളിവിടെ അംഗീകരിക്കുന്നത്. പലർക്കും ഇല്ലാത്ത, പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ലാത്ത
ഒരു മനസ്സ് നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നുള്ളത് പല രീതിയിലും നമ്മൾ പലപ്പോഴും കണ്ടതും കേട്ടതും അറിഞ്ഞതുമാണ്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്കെല്ലാം അഭിമാനവും. കാരണം ഈ അലൻ ഷെറി എന്ന് പറയുന്ന കുഞ്ഞ് ഇന്ത്യക്ക് അഭിമാനം, പ്രത്യേകിച്ച് കേരളത്തിന് അഭിമാനം, ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയ്ക്ക് അഭിമാനം. കാരണം ഇതൊരു വല്ലാത്ത നന്മയാണ്. ആര് കേട്ടാലും അത് അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കത്തില്ല. കാരണം ഒരു വല്ലാത്ത ഇതോടുകൂടിയേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇന്ത്യയുടെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നന്മയും ഒക്കെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുന്നതിന് ഈ 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് സാധിച്ചു. അത് മോദി എടുത്തു കാണിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വലിയ വലിപ്പത്തിലായി. അതെ, ആ മാലാഖയെ പ്രസവിച്ച അച്ഛനമ്മമാർക്ക് ഈ അവസരത്തിൽ വലിയ നന്ദിയാണ് ഞങ്ങളും പറയുന്നത്. ശരി.